ലോകത്തിലെ എണ്ണയുടെ വലിയൊരു ഭാഗം ഒരു ചെറിയ കടൽപാതയെ ആശ്രയിച്ചിരിക്കുന്നു. ആ പാത അപകടത്തിലായാൽ ലോകം എന്തു ചെയ്യും? ഭൂമിയുടെ ഒരു വശത്ത് സംഘർഷത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ മറുഭാഗത്ത് കോടിക്കണക്കിന് ആളുകളുടെ അടുക്കളയിൽ ഇന്നും തടസ്സമില്ലാതെ തീ കത്തുന്നുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അദൃശ്യ ചരട് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏതാണ്ട് 45 വർഷങ്ങൾക്ക് മുൻപ് സൗദിയുടെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിക്കടിയിൽ ആഴത്തിൽ കുഴിച്ചിട്ട ഒരു രഹസ്യം. ഇന്നത്തെ വാർത്തകളിൽ നിങ്ങൾ കേൾക്കുന്ന ഹോർമുസ് കടലിടുക്കിലെ അസ്ഥിരതകൾ ലോകത്തെ മുഴുവൻ ബാധിക്കാതിരിക്കാൻ പതിറ്റാണ്ടുകൾക്ക് മുൻപ് സൗദി അറേബ്യ കരുതിവെച്ച ഒരു മാസ്റ്റർ പ്ലാൻ ആണത്. പലരും വിചാരിക്കുന്നത് ഇതൊരു പുതിയ പ്രൊജക്റ്റ് ആണെന്നാണ്. എന്നാൽ സത്യം അതല്ല. 4 പതിറ്റാണ്ടുകൾക്ക് മുൻപ് അവരെടുത്ത ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള തീരുമാനം എങ്ങനെയാണ് ഇന്ന് ഇന്ത്യയുടെ അടക്കം ഇന്ധനവിലയെ നിയന്ത്രിക്കുന്നത്? ഹോർമുസ് കടലിടുക്കിൽ വലിയ തടസ്സങ്ങളുണ്ടായാലും അതിന്റെ ആഘാതം കുറയ്ക്കാൻ സഹായിക്കുന്ന ഈ 1200 കിലോമീറ്റർ പൈപ്പ് ലൈൻ എങ്ങനെ പ്രവർത്തിക്കുന്നു? ഇന്ന് ദ തിങ്കിംഗ് മലയാളി വിശകലനം ചെയ്യുന്നത് ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ബാക്കപ്പ് പ്ലാനിനെ കുറിച്ചാണ്. ചരിത്രവും അതിനൂതന സാങ്കേതിക വിദ്യയും കൃത്യമായ യുദ്ധതന്ത്രങ്ങളും ഒത്തുചേരുന്ന സൗദിയുടെ ഈ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ എന്ന അത്ഭുതത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യങ്ങളിതാ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഊർജ്ജ സുരക്ഷിതത്വം പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആരോ എടുത്ത ധീരമായ തീരുമാനങ്ങളുടെ ഫലമാണ്. ഈ കഥ തുടങ്ങുന്നത് 1973 ആഗോള എണ്ണ പ്രതിസന്ധിയിൽ നിന്നാണ്. അന്ന് അറബ് രാജ്യങ്ങൾ എണ്ണ വിതരണം നിർത്തിവെച്ചപ്പോൾ ലോകം സ്തംഭിച്ചുപോയി. എന്നാൽ ഈ തീരുമാനത്തിനൊരു മറുപുറം കൂടി ഉണ്ടായിരുന്നു. ലോകം എണ്ണയ്ക്കായി സൗദിയെ ആശ്രയിക്കുന്നത് പോലെ തന്നെ സൗദി തങ്ങളുടെ എണ്ണ വിൽക്കാൻ ഒരേ ഒരു കടൽപാതയെയാണ് ആശ്രയിച്ചിരുന്നത്: ഹോർമുസ് കടലിടുക്ക്. 1970കളുടെ അവസാനത്തിൽ സൗദി അറേബ്യ ഒരു വലിയ ജിയോപൊളിറ്റിക്കൽ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. അവരുടെ രാജ്യത്തിന്റെ ഏക വരുമാനമായ എണ്ണ മുഴുവൻ പുറം ലോകത്തേക്ക് പോകുന്നത് ഒരേ ഒരു ഇടുങ്ങിയ വാതിലിലൂടെയാണ്. ഇറാനും ഒമാനും ഇടയിലുള്ള ഈ 33 കിലോമീറ്റർ പാതയിൽ ഒരു ചെറിയ തടസ്സമുണ്ടായാൽ മതി സൗദിയുടെ സാമ്പത്തിക നട്ടെല്ലൊടിയാൻ. ഈ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാൻ 1977 സൗദി സർക്കാർ പെട്രോലൈൻ എന്നറിയപ്പെടുന്ന ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ നിർമ്മാണം ആരംഭിച്ചത്. സൗദിയുടെ കിഴക്കൻ ഭാഗത്തുള്ള ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളായ അബ്ഖൈക് മേഖലയിൽ നിന്ന് പടിഞ്ഞാറൻ തീരത്തുള്ള ചെങ്കടലിലെ യാൻബു തുറമുഖത്തേക്ക് നീളുന്ന ഒരു ഭീമൻ പാത. 1200 കിലോമീറ്റർ. അതായത് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഏകദേശം 2 തവണ യാത്ര ചെയ്യുന്ന ദൂരം. 1981 ഇത് കമ്മീഷൻ ചെയ്യുമ്പോൾ ലോകം അത്ഭുതത്തോടെയാണ് ഇതിനെ നോക്കിക്കണ്ടത്. ഇതൊരു ലാൻഡ് ബ്രിഡ്ജാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾ ഏതാണ്ട് 3000ഓളം കിലോമീറ്റർ അധികം ചുറ്റിപ്പോകേണ്ട ദൂരം ലാഭിക്കാനും ചെങ്കടൽ വഴി യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും അതിവേഗം എണ്ണ എത്തിക്കാനും ഈ വഴി സഹായിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു പ്രധാന ചോദ്യം അവശേഷിക്കുന്നു: ഹോർമുസിന് ബദലാകാൻ ഈ പൈപ്പ് ലൈനിന് സാധിക്കുമോ? ഈ പൈപ്പ് ലൈനിന്റെ സാങ്കേതിക വശങ്ങൾ പരിശോധിച്ചാൽ ഏതൊരു എഞ്ചിനീയറും ആദരവോടെ മാത്രമേ ഇതിനെ കാണൂ. വെറും ഒരു ഇരുമ്പ് കുഴലല്ല ഇത്, മറിച്ച് മരുഭൂമിയിലെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ രൂപകൽപ്പന ചെയ്തൊരു അത്ഭുതമാണ്. മരുഭൂമിയിലെ 50 ഡിഗ്രി ചൂടിൽ വികസിക്കുകയും രാത്രിയിൽ തണുത്ത് ചുരുങ്ങുകയും ചെയ്യുന്ന ലോഹത്തിന്റെ സ്വഭാവം പോലും ഇവിടെ കണക്കിലെടുത്തിട്ടുണ്ട്. തുടക്കത്തിൽ ഇതിന്റെ ശേഷി കുറവായിരുന്നുവെങ്കിലും കാലക്രമേണ സൗദി ഇത് വിപുലീകരിച്ചു. ഇന്ന് പ്രതിദിനം 5 മുതൽ 7 ദശലക്ഷം 7 മില്യൺ ബാരൽ എണ്ണയാണ് ഇതിലൂടെ സുരക്ഷിതമായി ഒഴുകുന്നത്. ഒരു കാര്യം വ്യക്തമാണ്: ഈ പൈപ്പ് ലൈൻ ഹോർമുസിന് പൂർണ്ണമായൊരു പകരമാകില്ല. എന്നാൽ അതിന്റെ ആഘാതം കുറയ്ക്കാൻ ഇത് നിർണായകമാണ്. അതായത് ലോകത്തെ മൊത്തം എണ്ണ വിതരണത്തിന്റെ ഒരു വലിയ വിഹിതം ഈ ഒറ്റ വഴിയിലൂടെ മാറ്റാൻ സൗദിക്ക് കഴിയും. ഇതിനായി ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പുകൾക്ക് 48 മുതൽ 56 ഇഞ്ച് വരെ വ്യാസമുണ്ട്. അതായത് ഒരു മനുഷ്യന് സുഖമായി അതിനുള്ളിലൂടെ നടക്കാൻ സാധിക്കും. മരുഭൂമിയിലെ മണൽ കാറ്റുകളെയും കടലോരത്തെ ഉപ്പ് കാറ്റുകളെയും പ്രതിരോധിക്കാൻ പ്രത്യേക ആവരണങ്ങൾ ഇതിനുണ്ട്.
1200 കിലോമീറ്റർ നീളത്തിൽ എണ്ണയെ തള്ളി നീക്കാൻ 11 കൂറ്റൻ പമ്പിംഗ് സ്റ്റേഷനുകളാണ് രാപ്പകൽ പ്രവർത്തിക്കുന്നത്. ഓരോ സ്റ്റേഷനിലും ലക്ഷക്കണക്കിന് ഹോഴ്സ് പവർ ഉള്ള ടർബൈനുകളാണ് എണ്ണയെ മലനിരകളും മരുഭൂമിയും കടത്തി പടിഞ്ഞാറോട്ടെത്തിക്കുന്നത്. എന്തിനാണ് ഇത്രയും വലിയൊരു നിക്ഷേപം സൗദി നടത്തിയത്? ഉത്തരം ലളിതമാണ്: റിസ്ക് മാനേജ്മെന്റ്. ഒരു നിക്ഷേപകൻ തന്റെ ആസ്തി മുഴുവൻ ഒരു പെട്ടിയിൽ മാത്രം വെക്കാത്തതുപോലെ സൗദി തങ്ങളുടെ എണ്ണ മുഴുവൻ ഒരു വഴിയിലൂടെ മാത്രം വിടാൻ തയ്യാറല്ലായിരുന്നു. 1980-കളിൽ നടന്ന ഇറാൻ-ഇറാഖ് യുദ്ധകാലത്ത് കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായപ്പോൾ ഈ പൈപ്പ് ലൈൻ എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ലോകം നേരിട്ട് കണ്ടതാണ്. അന്ന് പല രാജ്യങ്ങളും എണ്ണയ്ക്കായി യാൻബു തുറമുഖത്തെയാണ് ആശ്രയിച്ചത്. ഈ വലിയ പൈപ്പ് ലൈൻ ചെന്നു അവസാനിക്കുന്നത് ചെങ്കടൽ തീരത്തെ യാൻബു എന്ന നഗരത്തിലാണ്. 1970-കളിൽ ഇതൊരു ചെറിയ മത്സ്യബന്ധന ഗ്രാമം മാത്രമായിരുന്നു. എന്നാൽ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈനിന്റെ വരവോടെ യാൻബുവിന്റെ മുഖച്ഛായ മാറി. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പെട്രോ കെമിക്കൽ ഹബ്ബുകളിൽ ഒന്നാണ് ഈ നഗരം. പൈപ്പ് ലൈൻ വഴി എത്തുന്ന അസംസ്കൃത എണ്ണ ഇവിടെയുള്ള ഭീമൻ റിഫൈനറികളിൽ ശുദ്ധീകരിച്ച് പെട്രോളും ഡീസലിലും മറ്റു ഉപോൽപ്പന്നങ്ങളുമായി മാറ്റുന്നു. വെറുമൊരു ടെർമിനൽ എന്നതിലുപരി യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും എണ്ണ കയറ്റി അയക്കുന്ന സൗദിയുടെ പടിഞ്ഞാറൻ കവാടമായി യാൻബു മാറി. 10,000-കണക്കിന് ആളുകൾക്ക് ജോലി നൽകുന്ന ഈ വ്യാവസായിക നഗരം സൗദിയുടെ സമ്പദ് വ്യവസ്ഥയെ ഹോർമിസിനോടുള്ള അമിത ആശ്രിതത്വത്തിൽ നിന്ന് മോചിപ്പിച്ചു. വികസനം എന്നത് കേവലം എണ്ണ വിൽക്കുന്നതല്ല, മറിച്ച് അതിനെ എങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാമെന്നതിന്റെ മികച്ച ഉദാഹരണമാണ് യാൻബു. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ആഗോള പ്രശ്നങ്ങൾ നമ്മെ ബാധിക്കില്ല എന്നാണ്. എന്നാൽ വിപണിയിലെ എണ്ണവില തീരുമാനിക്കുന്നത് വെറും ലഭ്യത മാത്രമല്ല, മറിച്ച് വിശ്വാസ്യത കൂടിയാണ്. നിങ്ങൾ ഇന്ന് അടുക്കളയിൽ ഗ്യാസ് ഉപയോഗിക്കുന്നത് ഇത്തരം ആഗോള സംവിധാനങ്ങളുടെ ഫലമാണ്. ഹോർമുസിൽ ഒരു പിരിമുറുക്കമുണ്ടായാൽ ഉടൻ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ കപ്പലുകളുടെ ചാർജ് കൂട്ടും. ഇതിനെ റിസ്ക് പ്രീമിയം എന്ന് വിളിക്കുന്നു. ഈ തുക കപ്പലുടമകൾ എണ്ണ കമ്പനികളിൽ നിന്ന് ഈടാക്കും. അവരത് നമ്മളിൽ നിന്ന്. ഇത് സ്വാഭാവികമായും എണ്ണവില വർദ്ധിപ്പിക്കും. ഇവിടെയാണ് ഈ പൈപ്പ് ലൈനിന്റെ പ്രാധാന്യം. ഹോർമുസ് അപകടത്തിലായാലും ചെങ്കടൽ വഴി എണ്ണ ലഭിക്കുമെന്ന ഉറപ്പ് ലോക വിപണിയെ ശാന്തമാക്കുന്നു. ഇത് ആഗോളതലത്തിൽ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. നിങ്ങൾ നാളെ വാങ്ങാൻ പോകുന്ന പച്ചക്കറിയുടെയോ നിത്യോപയോഗ സാധനങ്ങളുടെയോ വില നിയന്ത്രിക്കാൻ ഈ 1200 കിലോമീറ്റർ പാതയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് സൗദിയിൽ നിന്നാണ്. ഹോർമസ് കടലിടുക്കിൽ വലിയ തടസ്സങ്ങളുണ്ടായാൽ ഇന്ത്യയിലെ ഇന്ധന വിതരണത്തെയും അത് ബാധിക്കും. എന്നാൽ സൗദിക്ക് ഈ ബദൽ മാർഗമുള്ളതുകൊണ്ട് ചെങ്കടൽ വഴി ആഫ്രിക്കയെ ചുറ്റി ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കാൻ സാധിക്കും. ഇത് ദൂരെ കൂടുതൽ ഉണ്ടാക്കുമെങ്കിലും എണ്ണ ഒട്ടും ലഭിക്കാത്ത അവസ്ഥയേക്കാൾ എത്രയോ സുരക്ഷിതമാണ്. കൂടാതെ ചെങ്കടലിലെ യാൻബു തുറമുഖം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓയിൽ ടെർമിനലുകളിലൊന്നായി മാറിയിരിക്കുന്നു. ഇവിടേക്ക് എണ്ണ എത്തിക്കുന്നതിലൂടെ സൂയസ് കനാൽ വഴി യൂറോപ്പിലേക്ക് എണ്ണ എത്തിക്കുന്നത് സൗദിക്ക് കൂടുതൽ ലാഭകരമാണ്. അതായത് ഇതൊരു ബാക്കപ്പ് പ്ലാൻ മാത്രമല്ല, ഒരു സാമ്പത്തിക ലാഭമാർഗം കൂടിയാണ്. ആധുനിക കാലത്ത് യുദ്ധങ്ങൾ നടക്കുന്നത് കേവലം അതിർത്തികളിലല്ല, മറിച്ച് ഡിജിറ്റൽ ലോകത്ത് കൂടിയാണ്. 1200 കിലോമീറ്റർ നീളമുള്ള ഈ പൈപ്പ് ലൈൻ ശത്രുക്കളുടെ പ്രധാന ലക്ഷ്യമാകാൻ സാധ്യതയുണ്ടെന്ന് സൗദി അറേബ്യയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പൈപ്പ് ലൈനിന്റെ ഓരോ ഇഞ്ചും നിരീക്ഷിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് (AI) അധിഷ്ഠിതമായ ക്യാമറകളും സെൻസറുകളും പ്രവർത്തിക്കുന്നുണ്ട്. പൈപ്പിന്റെ ഉപരിതലത്തിലുണ്ടാകുന്ന ചെറിയൊരു മർദ്ദവ്യത്യാസമോ താപനിലയിലുള്ള മാറ്റമോ നിമിഷങ്ങൾക്കുള്ളിൽ റിയാദ് കൺട്രോൾ സെന്ററിൽ അറിയാൻ സാധിക്കും. കൂടാതെ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ആന്റി ഡ്രോൺ ഷീൽഡ് സംവിധാനങ്ങളും പാതയിലുടനീളം സ്ഥാപിച്ചിട്ടുണ്ട്. ശാരീരികമായ ആക്രമണങ്ങളെക്കാൾ ഉപരിയായി സൈബർ ആക്രമണങ്ങളെ നേരിടാൻ കഴിയുന്ന ഫയർവാളുകൾ ഈ ശൃംഖലയെ സംരക്ഷിക്കുന്നു. ലോകത്തിന്റെ എണ്ണപ്രവാഹം തടസ്സമില്ലാതെ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ സൗദി അരാംകോ നടത്തുന്ന ഈ നിശബ്ദ പോരാട്ടം സാങ്കേതിക വിദ്യയുടെ മറ്റൊരു മുഖമാണ്.
സൗദിയുടെ വിഷൻ 2030ന്റെ ഭാഗമായി ഈ പൈപ്പ് ലൈൻ ശൃംഖലയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ മാത്രമല്ല, പ്രകൃതിവാതകവും ഇതിലൂടെ വൻതോതിൽ കടത്തിവിടാൻ അവർ പദ്ധതിയിടുന്നു. കൂടാതെ ലോകം ഹരിത ഊർജ്ജത്തിലേക്ക് മാറുമ്പോൾ ഹൈഡ്രജൻ ഇന്ധനം കടത്തിവിടാനുള്ള ഒരു വലിയ ചാനലായി ഇതിനെ മാറ്റാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ചും പഠനങ്ങൾ നടക്കുന്നു. ഹോർമുസ് കടലിടുക്കിന് ചുറ്റും ഇന്നും അസ്ഥിരത നിലനിൽക്കുന്നു. പ്രദേശത്തെ ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങൾ പലപ്പോഴും ഈ കടലിടുക്കിനെ നിശ്ചലമാക്കാറുണ്ട്. എന്നാൽ സൗദി അറേബ്യ ഇപ്പോൾ ഈ പൈപ്പ് ലൈനിനെ വിപുലീകരിക്കാനും കൂടുതൽ സ്റ്റോറേജ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ശ്രമിക്കുകയാണ്. ഇതിനർത്ഥം ഭാവിയിൽ ഹോർമുസിനേക്കാൾ പ്രാധാന്യം ഈ കരമാർഗത്തിന് ലഭിക്കുമെന്നാണ്. 45 വർഷങ്ങൾക്ക് മുമ്പ് മരുഭൂമിയിൽ കുഴിച്ചിട്ട ആ പൈപ്പുകൾ ഇന്ന് വെറും ഇരുമ്പ് കുഴലുകളല്ല, അവ ലോക സമാധാനത്തിന്റെ ഒരു അദൃശ്യ തൂണാണ്. ഹോർമൂസിനെ തകർക്കാൻ ആർക്കും സാധിക്കില്ലായിരിക്കാം. എന്നാൽ ഹോർമൂസിന് ലോകത്തെ തകർക്കാൻ കഴിയാത്ത വിധം പ്രതിരോധം തീർക്കാൻ സൗദിക്ക് സാധിച്ചു. നമ്മൾ ജീവിക്കുന്ന ലോകം എത്രത്തോളം സങ്കീർണമായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഭാഗത്ത് യുദ്ധഭീഷണി മുഴങ്ങുമ്പോൾ മറുഭാഗത്ത് നിശബ്ദമായി ലോകത്തെ താങ്ങി നിർത്താൻ ഇത്തരം എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങൾ നിലകൊള്ളുന്നു. സൗദി അറേബ്യയുടെ ഈ ദീർഘവീക്ഷണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പ്രതിസന്ധികൾ വരാനിരിക്കുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ബാക്കപ്പ് പ്ലാൻ തയ്യാറാക്കിയ സൗദിയുടെ ഈ രീതി നമ്മൾക്കും ഒരു പാഠമല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ ലോകം എത്രത്തോളം പരസ്പര ബന്ധിതമാണെന്ന് തിരിച്ചറിയുക. കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വിശകലനങ്ങൾക്കുമായി ദ തിങ്കിംഗ് മലയാളി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.